ഹായ് ആൾ, എല്ലാവർക്കും വോയിസ് ആൻഡ് എക്കോസിലേക്ക് സ്വാഗതം. Network analysis. Network is a technique used for planning and scheduling of large projects in the fields of construction, maintenance, fabrication, purchasing, etc. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. ഓക്കെ, അത് എവിടെയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ലാർജ് പ്രോജക്ട്സിലാണ് എന്ത് യൂസ് ചെയ്യണത്, ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം ലാർജ് പ്രോജക്ട്സിൻ്റെ പ്ലാനിങ്ങിനും ഷെഡ്യൂളിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യണത്. എന്തുകൊണ്ട് ലാർജ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലാർജ് പ്രോജക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഫാബ്രിക്കേഷൻ, പർച്ചേസിങ് എക്സെട്ര. അപ്പം ഇപ്പോൾ സപ്പോസ് നമുക്ക് കൺസ്ട്രക്ഷൻ്റെ കേസ് തന്നെ എടുക്കാം. ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1 ഡേ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ആണോ? ഒരു ബിൽഡിങ് കെട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അത് പല ഡേയ്സ് എടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഒരു ബിൽഡിങ് നമ്മൾ കെട്ടി തീർക്കണത്, അല്ലേ? അപ്പോൾ അതിന് പല പല ജോലികൾ ചെയ്താൽ മാത്രമേ എന്ത് തീരത്തുള്ളൂ, ആ ഒരു ബിൽഡിങ് കെട്ടിത്തീരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സോ അതൊരു വലിയ പ്രോജക്റ്റാണ്. അതിനൊപ്പം എത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും, എത്ര കോസ്റ്റ് ആകും, ഓരോ മെറ്റീരിയലിനും എത്ര കോസ്റ്റ് ആകും, അങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ അറിയാനായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? എപ്പോഴും തീർക്കാൻ പറ്റും ഇന്ന ജോലി, നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ എപ്പോഴും കെട്ടി തീർക്കാൻ പറ്റും, അതുപോലെ വാൾ എപ്പോഴും തീർക്കാൻ പറ്റും, അതുപോലെ റൂഫ് അത് എപ്പോഴും തീർക്കാൻ പറ്റും എന്നുള്ള ഓരോ കാര്യത്തെ പറ്റിയും അതിൻ്റെ ടൈം ഇത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ വരണുണ്ട്, അല്ലേ? അതെല്ലാം കൂടി നമുക്ക് എന്ത് വേണം, ഒരു നെറ്റ്വർക്കിൽ ചെയ്താൽ മാത്രമേ നമുക്കത് ഈസിയാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലേ? നെക്സ്റ്റ്, a project will consist of a number of jobs and particular jobs can be started only after finishing some other jobs. ഓക്കെ, ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് ജോബ്സ് ഇൻക്ലൂഡഡ് ആണ്, അല്ലേ? ഒരു ജോലി മാത്രമാണോ ഒരു പ്രോജക്റ്റിനകത്ത് വരുന്നത്? അല്ല, പലതരം ജോലികൾ വരുന്നുണ്ട്. ചില ജോലികളാണെങ്കിൽ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിൻ്റെ കൂടെ തന്നെ ഒരു ജോലി നടക്കുമ്പോൾ തന്നെ മറ്റേതും ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകൂ എന്നുള്ള ജോലികളുമുണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പലതരം ജോലികൾ ഒന്നിച്ചു ചേരുന്നതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then next, network scheduling. Network scheduling is a technique which helps to determine the various sequences of jobs concerning a project and the project completion time. Network scheduling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു ടെക്നിക്കാണ്. ഓക്കെ, നെറ്റ്വർക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നതും ഒരു ടെക്നിക്കാണ്. അത് എന്തിനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്ത ജോബ്സ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ജോലികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അത് അതിൻ്റെ കംപ്ലീഷൻ എപ്പോഴായിരിക്കും, ആ ഒരു ഓരോ ജോലിയുടെയും കംപ്ലീഷൻ ടൈം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ there are two basic planning and control techniques that use a network to complete a predetermined schedule. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എത്ര പെട്ടെന്ന് നമുക്ക് ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് PERT. ഓക്കെ, ഒന്നേതാണ് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. സെക്കൻഡ് വൺ CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴൊക്കെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് നമ്മൾക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് എന്തൊക്കെ, PERTും CPMും. ഒന്ന് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആൻഡ് സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഓക്കെ, ഇനി an activity is a task or item of work to be done that consumes time, effort, money or other resources. It
lies between two events called the starting event and ending event. ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമയം, അതല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, അതല്ലെങ്കിൽ മണി, ഓക്കെ, നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ മുടക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസോഴ്സസ് നമ്മൾ ചിലവാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഇതെല്ലാം നമ്മൾ മുടക്കുന്നത്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം, അതല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, ഇതല്ലെങ്കിൽ നമ്മുടെ മണി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസോഴ്സ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടാസ്ക്, അതല്ലെങ്കിൽ ഒരു ഐറ്റം ഓഫ് വർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബുക്ക് എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കുന്നുള്ളൂ എങ്കിലും അത്രയും സമയം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, അല്ലേ? ആ ഒരു ബുക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഒരു സമയം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കുന്നുണ്ട്? നമ്മൾ ആ ഒരു വെയിറ്റ്, ആ ഒരു ബുക്കിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ആ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ചെറിയ സമയമാണെങ്കിലും ആ ഒരു സമയവും നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു ബുക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടി. അപ്പം ആ ഒരു ജോലിയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് അവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുവെക്കുന്ന നമ്മുടെ ആ ഒരു സമയം, അതുപോലെ നമ്മളെടുത്ത എഫേർട്ട്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ടു ഇവൻറ്റ്സ്. രണ്ട് ഇവൻറ്റുകൾക്ക് ഇടയിലാണ് ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ഓക്കെ, രണ്ട് ഇവൻറ്റുകൾക്ക് ഇടയിലാണ് എന്ത് നടക്കുന്നത്? ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ആ ഇവൻറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാർട്ടിംഗ് ഇവൻറ്റും മറ്റൊന്ന് എൻഡിങ് ഇവൻറ്റും. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടിംഗ് ഇവൻറ്റ്, ദെൻ നെക്സ്റ്റ് എൻഡിങ് ഇവൻറ്റ്. നെക്സ്റ്റ് ഇവൻറ്റ്. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ബിഗിനിങ് ആൻഡ് എൻഡ് പോയിന്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി ആർ കാൾഡ് ഇവൻറ്റ് ഓർ നോട്ട്സ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങും എൻഡിനെയുമാണ് എന്തെന്ന് പറയുന്നത്? ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ് ആൻഡ് എൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ് ഈസ് എ പോയിന്റ് ഇൻ ടൈം ആൻഡ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഓക്കെ, പോയിന്റ് ഇൻ ടൈമാണ്, അല്ലാണ്ട് റിസോഴ്സസ് ഒന്നും അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. ഓക്കെ, എപ്പോഴും സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ അവസാനിച്ചു, ഇത് മാത്രം. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇവൻ്റാണ്. ദെൻ എപ്പോഴത് അവസാനിച്ചു എന്ന് വരുമ്പോഴും അതും ഒരു ഇവൻ്റാണ്. അത് മാത്രമേ എന്തിൻ്റെ കേസിൽ വരുന്നുള്ളൂ? ഇവൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്ക് നമ്മൾ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി, ഓക്കെ, എപ്പോഴും നമ്മൾ ആ ബുക്ക് എടുത്തു എന്നുള്ള ആ ഒരു സമയം കാണും, അല്ലെ? നമ്മൾ ആ ബുക്ക് എടുത്ത ഒരു സമയം, ദെൻ അത് നമ്മൾ മറ്റെവിടെയാണോ അത് വെക്കേണ്ടത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കാണും. ആ പ്ലേസ് ചെയ്ത സമയം എത്രയാണ്? ഈ രണ്ട് കാര്യം മാത്രമാണ് ഇവൻറ്റിൻ്റെ കേസിൽ വരുന്നത്. ആക്ടിവിറ്റി ആണെങ്കിലോ നമ്മൾ അതിനു വേണ്ടി എടുത്ത എഫേർട്ട് വരുന്നുണ്ട്, പിന്നെ നമ്മൾ അതിനു വേണ്ടി എത്ര സമയം ചെലവഴിച്ചു അത് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇവൻറ്റിലാണെങ്കിലോ എപ്പോഴും നമ്മളത് എടുത്തു, എപ്പോൾ നമ്മളത് അവിടെ കൊണ്ടുവച്ചു, ഇത്ര മാത്രമാണ് ഇവൻറ്റിൻ്റെ കേസിൽ വരുന്നത്. ദ ബിഗിനിങ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ആർ നോൺ ആസ് ടെയിൽ ഇവൻറ്റ് ആൻഡ് ഹെഡ് ഇവൻറ്റ്. ബിഗിനിങ്ങിനെയും കംപ്ലീഷനെയും ആക്ടിവിറ്റിയുടെ ദ ബിഗിനിങ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി, ഓക്കെ, ബിഗിനിങ് ആൻഡ് കംപ്ലീഷനെ നമ്മൾ ടെയിൽ ഇവൻ്റ് എന്നും ഹെഡ് ഇവൻ്റ് എന്നും പറയുന്നു. ഇവൻറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ എ നമ്പേർഡ് സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാമിനകത്ത് ഒരു സർക്കിള്, നമ്പേർഡ് ആയിട്ടുള്ള സർക്കിൾസ് കാണും. അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി ഇവൻറ്റും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്രാ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ടു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനാണ് പറയണത്. എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, എങ്ങനെയൊക്കെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു? ഒരു സ്റ്റാർട്ടിങ് ഇവൻറ്റിനും എൻഡിങ് ഇവൻറ്റിനും ഇടയിലുള്ള കാര്യമാണെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ നോക്കിയേ, ഐ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? സ്റ്റാർട്ടിങ് ഇവൻ്റ് ആണ്. ജെ എന്ന് പറയുന്നത് എൻഡിങ് ഇവൻ്റാണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഇവൻറ്റും ജെ എന്ന് പറയുന്നത് എൻഡിങ് ഇവൻറ്റുമാണ്. അപ്പോൾ ഇവിടെ 1 to 2 എന്ന് കൊടുത്തിരിക്കുന്നത് 1-ൽ സ്റ്റാർട്ട് ചെയ്യുകയും 2-ൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു. 1 എന്ന് പറയുന്ന ഇവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയും 2 എന്ന് പറയുന്നതിൽ അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 1 to 3 എന്ന് പറയുമ്പോൾ 1 എന്ന
ഇവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് 3ലാണ് ഇത് അവസാനിച്ചത്. ഓക്കെ, ഇവിടെയും 1 to 2 ആണ്, ഇവിടെ 1 to 3 ആണ്. ഇവിടെ 1ൽ തുടങ്ങി 2ലാണ് അവസാനിച്ചത്. എന്നാൽ ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്ത് 3ൽ അവസാനിച്ചു. ഓക്കെ, ഇവിടെയാണെങ്കിലോ 1ൽ സ്റ്റാർട്ട് ചെയ്ത് 4ൽ അവസാനിച്ചു. ഓക്കെ, 1ൽ സ്റ്റാർട്ട് ചെയ്ത് 4ൽ അവസാനിച്ചു. ദെൻ ഇവിടെ 2ൽ സ്റ്റാർട്ട് ചെയ്ത് 5ലാണ് അവസാനിച്ചത്. 2ൽ സ്റ്റാർട്ട് ചെയ്തു, 5ലാണ് അവസാനിച്ചത്. ദെൻ ഇവിടെ 3ൽ സ്റ്റാർട്ട് ചെയ്തു, 5ൽ അവസാനിച്ചു. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഓക്കെ, ഇനി താഴെ ടൈം ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 എന്ന ഇവൻറ്റിൽ നിന്നും 2 എന്ന ഇവൻറ്റ് വരെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2. ഓക്കെ, 1 to 2 എന്ന് പറയുന്ന ഇവൻറ്റിന് ഇടയിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് കാണും. ഓക്കെ, 1ൽ നിന്നും 2 വരെ ഉള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ആ വർക്കിനെടുത്ത സമയമാണ് എന്ത് 2 എന്ന് പറയുന്നത്. അതുപോലെ 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി പറയുമ്പോഴെന്താണ് 1 to 2, 1 to 3 എന്നാണ് പറയണത്. അല്ലാണ്ട് ഇവൻ്റ് ആകുമ്പോൾ 1 മാത്രം ഡിനോട്ട് ചെയ്യുന്നു, 2 മാത്രം ഇവൻറ്റ്. ഓക്കെ, 1 2. ഓക്കെ, അപ്പോൾ 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ അതിനിടയിൽ നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടി എടുത്ത സമയമാണ് 4 എന്ന് പറയുന്നത്. ദെൻ 1 മുതൽ 4 വരെ ഉള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത സമയമാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ടൈം ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്കറിയാം എന്താണ്, 1ലാണല്ലോ സ്റ്റാർട്ടിങ്, 1ൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു നമ്പേർഡ് ആയിട്ടുള്ള സർക്കിൾ ആയിരിക്കുമെന്ന്. അപ്പം ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 1 2 3 എന്നുള്ള നമ്പേഴ്സ്, ഇവൻറ്റിൻ്റെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 1 നമ്മൾ എന്ത് ചെയ്യുക, 1 നമ്മളൊരു സർക്കിളിനകത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവൻ്റായി. ഓക്കെ, ഫസ്റ്റ് ഇവൻ്റ് നമ്മളിവിടെ കൊടുത്തു. ഇനി 1 to 2 വരെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2ലേക്ക് പോകണം. ഓക്കെ, ഒരു വര കൊടുത്ത് ഒരു ആരോ കൊടുക്കണം. ഓക്കെ, ഒരു ആരോ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് ഒരു സർക്കിളിൽ എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. ഓക്കെ, ഒരു ആരോ കൊടുത്ത് നെക്സ്റ്റ് സർക്കിളിൽ നമ്മൾ 2 കൊടുക്കുക. അപ്പം 1 2, ഇതൊരു ഇവൻറ്റ്, ഇതൊരു ഇവൻറ്റ്, ഇതിനിടയിൽ നടന്നതാണ് ഈ ഒരു ആരോ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി. ഓക്കെ, ഇതിന് എത്ര സമയം എടുത്തു എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ 1 to 2 വരെ എത്ര സമയം എടുത്തു, 2. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റിയുടെ ഈ ഒരു ഇവിടെയല്ലേ ഈ ആക്ടിവിറ്റി നടന്നിട്ടുള്ളത്, അവിടെ നമ്മൾ 2 എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, 1 to 3. ഓക്കെ, 1 to 3 ആണ്. അപ്പോൾ 1ൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ 1ൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒരു ആരോ കൊടുക്കുക. എങ്ങോട്ടേക്ക്, 3ലേക്ക്. 3 നെക്സ്റ്റ് ഒരു സർക്കിളിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം 1 എന്ന ഇവൻറ്റ്, 3 എന്ന ഇവൻറ്റ്, ഈ 1 to 3 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് എത്ര സമയം എടുത്തു, 4. ഈ 4 നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 to 4. ഓക്കെ, 1 എന്ന് പറയുന്നതിൽ നിന്നും വീണ്ടും 4 എന്ന് പറയുന്ന മറ്റൊരു ഇവൻറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ 1 നെക്സ്റ്റ് നമ്മൾ 4 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരയ്ക്കുക, 4 കൊടുക്കുക, ദെൻ സർക്കിളിലാക്കുക. അപ്പോൾ 1 ഇവൻറ്റ്, 4 എന്ന ഇവൻറ്റ്. അപ്പം 1 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി, അതിന് എത്ര സമയം എടുത്തു, 3. ഓക്കെ, സമയം എത്രയാണ്, 3. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, 1 to 2 കഴിഞ്ഞു, 1 to 3 കഴിഞ്ഞു, 1 to 4 കഴിഞ്ഞു. 3 നമ്മളിവിടെ വരച്ചു. ദെൻ നെക്സ്റ്റ് 2 to 5 ആണ്. ഓക്കെ, ഇവിടെയാണ് 2 അല്ലേ. 2ൽ നിന്നും 5ലേക്ക് ഒരു ആക്ടിവിറ്റി. ഓക്കെ, 2ൽ നിന്നും 5ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആക്ടിവിറ്റി കൊടുക്കുക. ഓക്കെ, 2ൽ നിന്നും 5ലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആക്ടിവിറ്റി കൊടുത്തു. ആക്ടിവിറ്റി കൊടുത്തു, ആരോ കൊടുക്കുക. ആക്ടിവിറ്റിക്ക് എന്ത് ചെയ്യുക, ഒരു ആരോ കൊടുക്കുക. ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, 5 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. 2 to 5 ആക്ടിവിറ്റി ടൈമിൽ നമ്മൾ എത്ര സമയം എടുത്തു ആക്ടിവിറ്റി തീർക്കാൻ വേണ്ടി, 1 ആണ് നമ്മളെടുത്ത സമയം. ഓക്കെ, ഇനി അടുത്തത് 3 to 5 ആണ്. അടുത്തത് എന്താണ്, 3 to 5 ആണ്. 3 ഇവിടെയുണ്ട് അല്ലേ, 3 to 5 ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ യോജിപ്പിച്ചാൽ മതി. എന്ത് ചെയ്യുക,
3 to 5 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി, 3യിൽ നിന്നും 5 എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി, 3 to 5. ഓക്കെ, 3 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, 5 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. 3 to 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് ചെയ്തു തീർക്കാൻ എത്ര സമയമെടുത്തു? 6. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 to 6. 4 to 6. 4 to 6 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ 6 എങ്ങും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി വരികയാണ് 4 to 6. സോ നമ്മൾ എന്ത് ചെയ്തു? 4ൽ നിന്നും 6 കൊടുത്തു. ഓക്കെ, 6, 4 to 6. 4 to 6 ആ ഒരു ആക്ടിവിറ്റിക്ക് എടുത്ത സമയം എത്രയാണ്? 5. നമ്മളത് ഇവിടെ ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 to 6. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 5 to 6 ആണ്. 5 to 6 എന്ന് പറയുമ്പോൾ 5 ഇവിടെ ഉണ്ട്. സോ 5 to 6 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി വന്നു. 5 to 6 എത്രയാണ് ടൈം എടുത്തത്? 7. ഓക്കെ, അപ്പോഴും നമ്മളുടെ ഡയഗ്രാം ഇവിടെ ആയി. ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ടൈം തന്നിട്ടുണ്ട്. ആ ടൈമും എല്ലാം കൂടി വെച്ച് നമ്മൾ എന്ത് ചെയ്തു? നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. കാരണം ഒരു ആക്ടിവിറ്റി നമുക്ക് നേരെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരുവിധം അറിയാവുന്നവർക്ക് ഇത് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. എന്നാൽ ഇത്രയും കൂടി പ്രെഡിസസർ ആക്ടിവിറ്റീസും പ്രിസീഡിങ് ആക്ടിവിറ്റീസ് അതുപോലെ സക്സസേഴ്സ് ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നമ്പേഴ്സായിട്ടല്ലാണ്ട് അത്ര സിമ്പിളായിട്ടല്ലാണ്ട് നേരെ നമുക്ക് ടൈം ഡ്യൂറേഷനും ആക്ടിവിറ്റി ചെയ്യുന്നതും എന്ന് പറഞ്ഞു തരാതെ പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് ആക്ടിവിറ്റീസൊക്കെ തന്നാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആക്ടിവിറ്റിയും പ്രിസീഡിങ് ആക്ടിവിറ്റീസ് തന്നൊരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അവിടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ടിവിറ്റിക്ക് മുൻപേ നടന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രിസീഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സപ്പോസ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി, ഓക്കെ, എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നതിന് മുൻപേ നടന്ന കാര്യങ്ങൾ. ഇനി അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത്? സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എക്ക് ശേഷം നടന്ന ആക്ടിവിറ്റീസ് ആണ് എന്തിനകത്ത് വരുന്നത്? സക്സീഡിങ് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഇതിന് ശേഷം നടന്ന എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ശേഷം നടന്ന ആക്ടിവിറ്റീസാണ് സക്സീഡിങ് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസും പ്രിസീഡിങ് ആക്ടിവിറ്റീസും തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിന് മുൻപേ നടന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഒന്നും തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുൻപേ എന്തില്ല? പ്രിസീഡിങ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ഇല്ല. എ ആണ് സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി. ഓക്കെ, എ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് ബി എന്ന് പറയുന്നതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? ഇല്ല, അതിനും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എയും ബിയും എന്താണ്? സ്റ്റാർട്ടിങ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, എ മാത്രമല്ല സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി, പിന്നെ ബിയും എന്താണ്? സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, എയും ബിയും എന്താണ്? സ്റ്റാർട്ടിങ് ആക്ടിവിറ്റീസ് ആണ്. ഇതിനു മുൻപ് മറ്റൊരു ആക്ടിവിറ്റിയും നടന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചിലപ്പോൾ ചില ജോലികൾ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ജോലികളാണെങ്കിൽ ഒന്ന് തീർന്നതിന് ശേഷം ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെ. അപ്പോൾ ഇവിടെ ഈ എയും ബിയും ഒരേ സമയം തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു പ്രോജക്റ്റ് കംപ്ലീഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, അപ്പം എയും ബിയും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് അടുത്തത് സി എന്ന് പറയുന്നതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി എ ആണ്. ഓക്കെ, എക്ക് ശേഷമാണ് എന്ത് വരുന്നത്? സി വരുന്നത്. ദെൻ നെക്സ്റ്റ് ഡിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എ ആണ്. അപ്പം എക്ക് ശേഷമാണ് സിയും ഡിയും വരുന്നത്. ഓക്കെ, എക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? സിയും ഡിയും ആണ്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഇ ആണ്. ഇ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ബി ആൻഡ് സി. ഓക്കെ, രണ്ട് ഇവൻറ്റ് വരണുണ്ട് അല്ലേ? ബിയും സിയും എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ബിയും സിയും എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും തീർന്നതിന് ശേഷമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യണത്? ഇ സ്റ്റാർട്ട് ചെയ്യണത്. ബിയും സിയും തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എഫിൻ്റെ കേസിലും എന്താണ്? ബി ആൻഡ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിയും സിയും സ്റ്റാർട്ട്
അവസാനിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എഫും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ജിയുടെ കേസിലും എന്താണ് ബി ആൻഡ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബിയും സിയും അവസാനിക്കുന്നത് എവിടെയോ അവിടെ നിന്ന് വേണം നമുക്ക് ജി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇ എഫ് ജി ഈ മൂന്നെണ്ണവും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിയും സിയും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് വേണം നമുക്ക് ഈ മൂന്ന് ഇ എഫ് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എച്ച് ആണ്. ഓക്കെ, എച്ചിൻ്റെ കേസിൽ എച്ച് ഡി ആൻഡ് ഇ. ഓക്കെ, എച്ചിൻ്റെ കേസിൽ വരുമ്പം ഡി ആൻഡ് ഇ ആണ്. ഓക്കെ, ഡിയും ഇയും എവിടെയാണോ അവസാനിക്കുന്നത്, ഡിയും ഇയും എവിടെയാണോ അവസാനിക്കുന്നത്, ഓക്കെ, ഈ ഡിയും ഇയും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് വേണം എന്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? എച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ എവിടെ നിന്നാണ്? എഫ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ഐ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെ എവിടെയാണ്? എഫ് ആണ് ജെയുടെയും പ്രിസീഡിങ്. അപ്പോൾ ഐയുടെയും ജെയുടെയും പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്? എഫ് ആണ്. ദെൻ നെക്സ്റ്റ് കെയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ജി ആണ്. ജി അവസാനിക്കുന്നിടത്തുനിന്ന് കെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് എല്ല് എച്ച് ആൻഡ് ഐ ആണ്. എച്ചും ഐയും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് എല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എമ്മിൻ്റെതും എന്താണ്? എച്ച് ആൻഡ് ഐ ആണ്. എച്ചും ഐയും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് വേണം എമ്മും സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ ലാസ്റ്റ് വൺ എൻ, ജെ കെ എൽ. ജെയും കെയും എല്ലും എവിടെയാണോ അവസാനിക്കുന്നത്, ഓക്കെ, ജെയും കെയും എല്ലും എവിടെയാണോ തീരണത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണോ തീരണത് അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, നമുക്കിതിന് ഒരു ഡയഗ്രാം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്നതിനകത്തും ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പേർഡ് ആയിട്ടുള്ള സർക്കിളാണ് എന്തെന്ന് പറയുന്നത്? ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെച്ച് തന്നെ കൊടുക്കാം അല്ലേ. ഓക്കെ, നമ്പേർഡ് ആയിട്ടുള്ള സർക്കിളാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു മിഡിലായിട്ട് വരയ്ക്കാൻ, കാരണം ഡയഗ്രാം എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ മാക്സിമം പെൻസിൽ യൂസ് ചെയ്യണതാണ്, ഒരു ഡയഗ്രാം വരയ്ക്കുന്ന പെൻസിൽ യൂസ് ചെയ്യണതാണ് നല്ലത്. ഞാൻ പിന്നെ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പണ്ണെന്ന് കൊടുത്തു. ഓക്കെ, വൺ എന്ന് പറയുന്ന ഇവൻറ്റ് അവിടെ നിന്നും ഒരു ആക്ടിവിറ്റി 2വിലേക്ക് പോവുകയാണ്. ഓക്കെ, അവിടെ നിന്നും ഒരു ആക്ടിവിറ്റി 2വിലേക്ക് പോവുകയാണ്. ആ ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. ഓക്കെ, ആ ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. ദെൻ അവിടെ നിന്നും 1ൽ നിന്നും അടുത്ത 3യിലേക്ക് ഒരു ആക്ടിവിറ്റി പോകുന്നത് അതേതായിരിക്കും? ബി ആയിരിക്കും. കാരണം രണ്ടും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇവൻ്റ് അല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അതെവിടെ പോയി? 2വിലേക്ക് പോയി. ഓക്കെ, 2വിലേക്ക് പോയി. ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. ഓക്കെ, എ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി എങ്ങോട്ട് പോയി? 3യിലേക്ക് പോകണം. ഓക്കെ, 3യിലേക്ക് പോകുകയാണ്. മറ്റൊരു ആക്ടിവിറ്റി 3യിലേക്ക് പോവുകയാണ്. ഓക്കെ, അത് ഏത് ആക്ടിവിറ്റിയാണ്? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, ഫസ്റ്റ് ഇവൻറ്റിൽ നിന്നും 2 ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എയും ബിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സി ആൻഡ് ഡി. ഓക്കെ, അവരുടെ പ്രിസീഡിങ് ആരാണ്? എ ആണ്. സിയുടെയും ഡിയുടെയും പ്രിസീഡിങ് ആരാണ്? എ ആണ്. അതിനുശേഷമുള്ളൊരു കാര്യം കൂടെ ഒന്ന് നോക്കുക. ബിയും സിയും കൂടെ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ഇ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ സിയെ വരയ്ക്കുമ്പോൾ ഓക്കെ ബിയുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ സി വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി ആദ്യം വരുന്നതാണ്. സോ അതിൻ്റെ എങ്ങോട്ടാണോ അത് ആദ്യമേ മുകളിലോട്ടോ എങ്ങോട്ടാണോ പോകണമെന്ന് വെച്ചാൽ അങ്ങ് വരയ്ക്കും. പക്ഷേ അത് നോക്കരുത്, താഴോട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രിസീഡിങ് ആക്ടിവിറ്റിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ബി ആൻഡ് സി ഒന്നിച്ച് വരുന്നുണ്ട് അല്ലേ. ഒന്നിച്ച് വന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് ഇ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ബി ആൻഡ് സി ഒന്നിച്ച് വരുന്ന രീതിയിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വരയ്ക്കാം. പറഞ്ഞു, ബി ആൻഡ് സി ഒന്നിച്ച് വരുന്ന രീതിയിൽ വരയ്ക്കണം. എയിൽ നിന്നാണ് സി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എയിൽ നിന്ന് സി എങ്ങോട്ടപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? ബിയുടെ അടുത്തേക്ക്
കൊടുക്കണം. ഓക്കെ, അപ്പം എയിൽ നിന്നും എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്താണ് ബിയുടെ അടുത്തേക്ക് വേണം എന്ത് കൊടുക്കാനായിട്ട്, സി എന്ന് പറയുന്നത് കൊടുക്കാൻ. കാരണം ബിയും സിയും കൂടി ജോയിൻറ്റ് ചെയ്യുന്നിടത്തു നിന്ന് വേണം നമുക്ക് ഇ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് എന്ത് കൊടുത്തു, 3യിലേക്ക് തന്നെ കൊടുത്തു. എന്താണ് ആ പോയിരിക്കുന്നത്, സി എന്ന് പറയുന്നതാണ് ഈ പോയിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡി ഉണ്ട്. ഡിയുടെയും പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്, എ ആണ്. സോ നമ്മൾ കാണാൻ പറ്റുമോ, ഓക്കെ, ഡി നമ്മൾ എന്ത് ചെയ്തു, ഡിയും കൂടി നമ്മൾ വരച്ചു. ഓക്കെ, 4 എന്ന് കൊടുക്കണം, നമ്പർ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. 4 എന്ന് കൊടുത്തു. ഓക്കെ, ഡി. ഓക്കെ, നമ്മളപ്പോൾ ഡിയും കൊടുത്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇ ആണ്. ബി ആൻഡ് സി ജോയിൻ ചെയ്തെടുത്ത് നിന്നും, ഓക്കെ, ഇ എഫ് ജി. ഓക്കെ, ബി ആൻഡ് സി ജോയിൻ ചെയ്തെടുത്ത് നിന്നും ഇ എഫ് ജി 3 എണ്ണം പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഇയും എഫും ജിയും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇ എഫ് ജി ആണ്. ഇത് എവിടെയെങ്കിലും പ്രിസീഡിങ് ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നുണ്ടോ നോക്കുക, വരുന്നുണ്ട് അല്ലേ. ഡി ആൻഡ് ഇ ജോയിൻ ചെയ്യുന്നിടത്തുനിന്ന് മാത്രമാണ് എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇ കൊടുക്കുമ്പം ഡിയുടെ അടുത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡി കൊടുക്കുമ്പം എന്താണ്, ഡി അല്ലല്ലോ, ഇ കൊടുക്കുമ്പം. ഓക്കെ, ഇ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിയുടെ അടുത്തേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എഫ് ഒക്കെ ഒന്നുമായിട്ടും ജോയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇയുടെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പം ഇയുടെ കേസ് വരുമ്പോൾ ഫസ്റ്റ് ഇ ആണ്. ബി ആൻഡ് സിയിൽ നിന്നും ജോയിൻ ചെയ്ത് ബി ആൻഡ് സിയിൽ നിന്നും നമ്മൾ എന്താണ് ഇയെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇ എങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്, ഡിയുടെ അടുത്തേക്ക് നമ്മൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡിയുടെ അടുത്തേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണിത്, ഡി കഴിഞ്ഞു. ഇനി ഇ ആണ് കൊടുത്തത്. ഡിയുടെ അടുത്തേക്ക് കൊടുത്തത് എന്താണ്, ഇ ആണ് നമ്മൾ കൊടുത്തത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തത് എഫ് ആണ്. ഓക്കെ, എഫ് ആണ്. എഫ് ബി ആൻഡ് സിയിൽ നിന്നുമാണ്. അത് നമുക്ക് നമ്മുടേതായ രീതിയിൽ, കാരണം പ്രത്യേകിച്ച് എങ്ങും ജോയിൻറ്റ് ചെയ്യണം എന്നുള്ളത് ഇല്ല. സോ നമുക്ക് എഫ് നമുക്കല്ലാതെ തന്നെ കൊടുക്കാം. നമ്മൾ എഫ് കൊടുത്തു. ഓക്കെ, അത് 5. ഓക്കെ, 5 എഫ്. ദെൻ നെക്സ്റ്റ് ജിയും എന്താണ്, ബി ആൻഡ് സിയിൽ നിന്ന് തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഇവിടെ ഒരെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രൊസീഡിങ് ആയിട്ട്, അല്ലാണ്ട് ഒന്നും ജോയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എഫും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ നമുക്കങ്ങ് കൊടുക്കാം. ഓക്കെ, ടെൻഷൻ അടിക്കാതെ തന്നെ കൊടുക്കാം. ഓക്കെ, എഫ് എന്തായിരുന്നു, ജി അല്ലേ, ജി നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് നോക്കുക. അടുത്തത് എന്താണ്, എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ആൻഡ് ഇയുടെ അവിടെ നിന്നാണെന്ന് പറഞ്ഞു. എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ആൻഡ് ഇ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡി ആൻഡ് ഓക്കെ, ഇനി നമുക്ക് ഇത് കാണാമല്ലോ. എച്ച് ഡി ആൻഡ് ഇയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഡിയും ഇയും ജോയിൻ ചെയ്ത് ഇവിടെ നിന്ന് വേണം നമുക്ക് എന്ത് കൊടുക്കാനായിട്ട്, എച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, എച്ച് നമ്മളപ്പം എച്ച് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താണ്, ഐ ആണ്. ഐ എന്ന് പറയുന്നതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി എഫ് ആണ്. ഐയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്താണ്, എഫ് ആണ്. ഐയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എഫ്. ഓക്കെ, എഫ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഐ വരുന്നത്. ദെൻ നോക്കുക, എഫിന് ശേഷമാണ് ഐ വരുന്നത്. ഇനി ഈ ഐ എവിടെയെങ്കിലും ജോയിൻറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക, ഉണ്ട് അല്ലേ. എച്ചും ഐയും കൂടെ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് എല്ല് തുടങ്ങുന്നത്. സോ നമുക്ക് ഐ എവിടേക്ക് കൊടുക്കാം, എച്ചിൻ്റെ അടുത്തേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എഫിൽ നിന്നും നമുക്ക് ഐ എന്ത് ചെയ്യുക, എച്ചിൻ്റെ അടുത്തേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐ കൊടുത്തു. ഇനി നെക്സ്റ്റ് ജെ ആണ്. ജെയും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എഫിൻ്റെ അവിടെ നിന്നുമാണ് ജെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെക്ക് പ്രത്യേകിച്ച് ജോയിൻ്റ് അവസാനം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജെ അല്ലാതെ തന്നെ കൊടുക്കാം. ജെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ജെ നമുക്ക് 8 എന്ന് പറഞ്ഞ് ജെ കൊടുക്കാം. ഓക്കെ, കാരണം ജെ എങ്ങും പ്രത്യേകിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജെ കഴിഞ്ഞു. ഇനി കെയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ജി ആണ്. കെയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഏതാണ്, ജി ആണ്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം,
ഓക്കെ. ജെയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ജി, കെയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ജി ആണ്. ജിയുടെ അടുത്തുനിന്ന് കൊടുക്കാം. ഇനി ഈ കെയ്ക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ? എൻ നമ്മൾ കൊടുക്കണമെങ്കിൽ ജെയും കെയും എല്ലും കൂടെ ഒന്നിച്ച് വരണം. ഓക്കെ. അപ്പോൾ ഇവിടെ ജെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജെ നമ്മളിവിടെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കെയും എന്ത് ചെയ്യാം? അതിൻ്റെ അടുത്തേക്ക് തന്നെ കൊടുക്കാം. ഓക്കെ. കെയും നമുക്ക് ജിയിൽ നിന്നും ഈ ജെയും കെയും കൂടി ഒന്നിച്ചു. ഇനി നമുക്ക് ആരെയാണ്? എല്ലിനെയാണ് ഒന്നിപ്പിക്കാനുള്ളത്. എല്ലിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി എച്ചും ഐയും കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എല്ല് നമുക്ക് അവിടെ തന്നെ കൊടുക്കാം. ഓക്കെ. എച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എച്ചും ഐയും കൂടെ ജോയിൻറ്റ് ചെയ്തെടുത്തു നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? എല്ല്. അപ്പോൾ നമ്മൾ എല്ലും കൊടുത്തു. ഓക്കെ. അപ്പോഴിവിടെ ജെയും കെയും എല്ലും ജോയിൻ്റ് ആയിട്ട് ഈ ഒരു പാർട്ടിൽ വന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്നാണ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് എം വരയ്ക്കണം. എച്ചിൻ്റെയും ഐയുടെയും അടുത്തുനിന്ന് നമുക്ക് എന്ത് വരയ്ക്കണം? എം വരയ്ക്കണം. അപ്പം എച്ചിൻ്റെയും ഐയുടെയും അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? എം കൊടുക്കാം. ഓക്കെ. എന്ത് ചെയ്യാം? എം, അത് 9 എം കൊടുത്തു. ഇനി എൻ വരുന്നത് എവിടെ നിന്നാണ്? ജെയും കെയും എല്ലും കൂടി ഒന്നിക്കുന്നിടത്താണെന്നാണ് നമുക്ക് എൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ കൊടുക്കാം, ഈ 9ലേക്ക് തന്നെ കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. എപ്പോഴും നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. ഓക്കെ. എപ്പോഴും അടഞ്ഞ ഒരു രീതിയിൽ വേണം നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരേണ്ടത്. അപ്പോൾ അടഞ്ഞ രീതിയിൽ വരണമെങ്കിൽ നമ്മൾ എൻ വേറെ 10 എന്ന് പറഞ്ഞ് വേറൊരിടത്ത് കൊടുത്താൽ ഇതൊരു ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന പോലെ വരും. അപ്പം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്തത്? ആ ഒരു എൻ ജോയിൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം കറക്റ്റിന് വന്നത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യാനുള്ളത്? നമ്മളൊരു പ്രിസീഡിങ് ആക്ടിവിറ്റീസ് തരുമ്പോൾ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അത് ആ ഒരു പ്രിസീഡിങ് ആക്ടിവിറ്റീസ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.